നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കരിമുൻ കാലമാടൻ ഫ്രം വടുവച്ചാങ്കോവിൽ. കേരളത്തിൽ കൊലപാതക കേസിലും മയക്കുമരുന്ന് കേസിലും പിടിക്കപ്പെടുന്നതിൽ 90% മുസ്ലിമീങ്ങളാണെന്ന കരിമുൻ കാലയുടെ പ്രസ്താവനയെ തുടർന്ന് ഇന്റർപോൾ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ പ്രതികളുടെ വിലവിവര പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യമായി ഒരു രാജ്യസ്നേഹിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാകാം ഇന്നത്തെ വാർത്ത. പാക് ചാര സംഘടനയ്ക്ക് സൈനിക രഹസ്യവിവരങ്ങൾ കൈമാറി യുപിയിൽ കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഫിറോസാബാദിലെ ഹസ്രത്പൂർ ആയുധ ഫാക്ടറിയിലെ രവീന്ദ്രകുമാറാണ് പിടിയിലായത്. മുക്കാചക്രത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് ഒറ്റക്കൊടുത്ത ഈ ധീര രാജ്യസ്നേഹി യുവാവ് രവീന്ദ്രകുമാറിന് ഈ വർഷത്തെ വടക്കേടത്തമ്മ അവാർഡ് കൊടുക്കണമെന്ന് മുമ്പ് ഇതേ കേസിൽ പിടിക്കപ്പെട്ട രാജ്യസ്നേഹികൾ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അത് പരിഗണിക്കണമെന്ന ആവശ്യം അവർ ഊന്നി പറയുന്നു. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. പോലീസിനെ കണ്ടപ്പോൾ ശാരീരിക അസ്വസ്ഥത. MDMA മരദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ MDMA മരദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. എറണാകുളം വാതുരുത്തി സ്വദേശി വിനു ആന്റണി 38-നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം അബ്ദുൾ ഷുക്കൂർ എന്ന വ്യക്തിയുടെ അയൽവാസിയാണ്. ആന്റണിയെ വിട്ടിട്ട് അബ്ദുൾ ഷുക്കൂറിനെ പിടിക്കാൻ നിർദ്ദേശം. ഇപ്പോൾ കിട്ടിയ വാർത്ത, എടപ്പള്ളിയിലെ മാളിൽ ഷോപ്പ് മാനേജർ 7 മണി കഴിഞ്ഞാൽ രാസലഹരി വിൽപ്പന. പ്രതി റോണി വീണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാളിൽ ഇന്നലെ ഒരു മുസ്ലിം യുവാവ് ഷോപ്പിംഗിന് വന്നതായി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. കണ്ണൂർ തളിപ്പറമ്പിൽ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവതി അറസ്റ്റിൽ. പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനാണ് പിടിയിലായത്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. ഇന്റർപോൾ തെരയുന്ന കൊടും കുറ്റവാളി അലക്സസ് വർക്കരയിലെ ഹോം സ്റ്റേയിൽ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ഇന്റർപോൾ തെരഞ്ഞ ലുത്തിയാന സ്വദേശി കേരളത്തിൽ നിന്ന് പിടിയിലായി. അലക്സസിന്റെ താമസിച്ചിരുന്നത് വർക്കരയിലെ ഹോം സ്റ്റേയിൽ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ബസ്സിൽ കഞ്ചാവുമായി വരികയായിരുന്ന യുവതിയെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. KSRC ബസ്സിൽ കഞ്ചാവുമായി വരികയായിരുന്ന പ്രീതുജി നായർ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ KJ സന്തോഷം സംഘവും ചേർന്നാണ് ചെക്ക് പോസ്റ്റ് ബസ് തടഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെ പരിങ്ങിയ പ്രീതുവിന്റെ കയ്യിൽ കഞ്ചാവ് പൊതി കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇതിൽ വിചിത്രമായുള്ളത്, ഈ പ്രീതുജി നായരുടെ കൂടെ അബ്ദുൾ ഷുക്കൂറും അബ്ദുൾ ജബ്ബാറും ഇല്ല എന്ന തീരാനഷ്ടവും വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. MDMA ലീഡറെ ബാംഗ്ലൂരിലെത്തിപ്പൊക്കി കേരള പോലീസ്. അറസ്റ്റിലായ സഞ്ജു ആർ പിള്ളക്ക് രാജ്യാന്തര ലഹരി കടത്ത് ബന്ധമെന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന് അബ്ദുൾ ഷുക്കൂറുമായോ അബ്ദുൾ മനാഫുമായോ യാതൊരു ബന്ധവുമില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ സമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നു. ഓമശ്ശേരിയിൽ MDMAയുമായി യുവ ഡോക്ടർ പിടിയിൽ. വാർത്തകൾ വിശദമായി. ഓമശ്ശേരിയിൽ MDMAയുമായി ഡോക്ടർ പിടിയിൽ. ദന്ത ഡോക്ടറായ പാലക്കാട് കരിമ്പക്കളിയോട് കണ്ണൻ കുളങ്ങര വിഷ്ണുരാജാണ് അറസ്റ്റിലായത്. ഇദ്ദേഹത്തിന് അബ്ദുൾ മനാഫുമായോ അബ്ദുൾ ജബ്ബാറുമായോ ഇന്നിതുവരെ യാതൊരു ബന്ധവുമില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു.